ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പീനട്ട് ബട്ടർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. ഞാനിവിടെ 1 കപ്പാണ് പീനട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, കാരണം ഞാൻ പച്ചയായിട്ടുള്ള കപ്പലണ്ടിയാണ് കടയിൽ നിന്ന് വാങ്ങിയത്. ഇത് കടയിൽ തന്നെ ടോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയും അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ റെഡിയായി എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇനി ആരും പീനട്ട് ബട്ടർ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഭക്ഷണത്തെക്കാളും ഹെൽത്തിയും ടേസ്റ്റിയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും, കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ടേസ്റ്റ് മേക്കറോ പ്രിസർവേറ്റീവോ അതൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡിലോ സാൻഡ്വിച്ചിലോ അല്ലെങ്കിൽ സ്മൂത്തിയിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണിത്. അപ്പോൾ ഈ പീനട്ട്സ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. ഈ കപ്പലിൻ്റെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചെറിയ ജാർ എടുക്കാൻ ശ്രദ്ധിക്കണം, വലിയ ജാറിൽ ഇത് ശരിയാവില്ല. ചെറിയ ജാറിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ സെയിം ടൈം തന്നെ ഞാനിവിടെ ഇത് ഇട്ട് വയ്ക്കാനുള്ള ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു പഴയ കുപ്പി നന്നായിട്ട് കഴുകിയെടുത്തതാണ്. നമുക്ക് മൊത്തത്തിൽ 1 മിനിറ്റ് മതിയാവും ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാൻ. ഫസ്റ്റ് ഞാനൊരു 5 സെക്കൻഡാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. 5 സെക്കൻഡാണ് കേട്ടോ, 5 മിനിറ്റ് അല്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് തേൻ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മനൂക്ക ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഹണിയാണ്. ഇതൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലത്തെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. ഞാനൊരു 10 സെക്കൻഡ് കൂടി ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തു. ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. ചില മിക്സികൾ പെട്ടെന്ന് ചൂടാവും, അപ്പോൾ അതുപോലത്തെ മിക്സികളാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ടൊരു 2 മിനിറ്റ് തുറന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് പോകണം, അല്ലെങ്കിൽ മിക്സിയും കേടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ പീനട്ട് ബട്ടറും പെട്ടെന്ന് അങ്ങോട്ട് കുക്കായി പോകും. ഇതിപ്പോൾ ഞാനൊരു 45 സെക്കൻഡ് കൂടി ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു മിനിറ്റൊക്കെ മതിയാവും ഇത് ഫുള്ള് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.